ഇന്ത്യയിൽ നിരവധിയായിട്ടുള്ള CIA ചാരന്മാര് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ രഹസ്യമായിട്ട്, നിഗൂഢമായിട്ട്. അത്തരത്തിലുള്ള ചാര നെറ്റ്വർക്കുകളെയൊക്കെ ഇന്ത്യ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള സൂചനകൾ ആണ് നമുക്ക് ലഭിക്കുന്നത്. 2 ദിവസം മുമ്പ് അറസ്റ്റിലായ ജോർഡാൻ ബ്രൗൺ. എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് യാത്രാരേഖകളില്ലാതെ വളരെ നിഗൂഢമായിട്ട് ഇന്ത്യയിലേക്ക് വന്നെത്തി കടൽ മാർഗം എന്നാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഒരു ചാരനെ, അമേരിക്കൻ ചാരനെ ഇന്ത്യൻ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിടികൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരാളെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അറസ്റ്റ് എന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണോ? ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളായ അതായത് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, അതുപോലെ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലും അമേരിക്ക വളരെ നാളുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു ചാര ശൃംഖല അഥവാ നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് ഇന്ത്യ അതിലേക്ക് നുഴഞ്ഞു കയറി ആ നെറ്റ്വർക്ക് തകർക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജോർഡാൻ ബ്രൗൺ. ജോർഡാൻ ബ്രൗൺ ഇന്ത്യൻ സുരക്ഷാ വിഭാഗത്തിന് മുമ്പിൽ അദ്ദേഹം കൺഫസ് ചെയ്തിട്ടുണ്ട്. അയാള് അമേരിക്കയുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാണ്. അയാൾ US നേവിയുടെ പ്രത്യേക എലീറ്റ് വിഭാഗം, അതായത് സ്പെഷ്യൽ സർവീസ് വിഭാഗമായ നേവൽ സീൽസ് അതിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം അയാൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അയാളുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, അയാളുടെ കയ്യിൽ വിസ ഇല്ല, അയാളുടെ കയ്യിൽ യാതൊരു യാത്രാരേഖകളും ഇല്ല. അയാള് പ്രോപ്പറായിട്ട് എയർപോർട്ട് വഴിയല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ അതായത് അയാൾ ഇതുവരെ എങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു എന്നുള്ള ട്രാവൽ ട്രൈൽസ് എന്ന് പറയും. അതായത് നമ്മൾ വന്ന വഴികളെല്ലാം അതിന്റെ അടയാളങ്ങൾ പോലും നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ ട്രാവൽ ട്രെയിൽ മായ്ച്ചു കളഞ്ഞ ഒരാൾ കയറി വരുമ്പോൾ അയാള് ഇവിടെ താൻ എത്തിയിട്ടില്ല, ഈ രാജ്യത്ത് താൻ വന്നത് ആരും അറിയാൻ പാടില്ല എന്നുള്ള ഗൂഢലക്ഷ്യത്തിൽ തന്നെയാണ് അയാൾ ഇവിടെ എത്തിയത്. അതുകൊണ്ടാണല്ലോ അയാൾ പ്രോപ്പറായിട്ട് എയർപോർട്ട് വഴിയോ പോർട്ട് വഴിയോ ഒന്നും അല്ല വന്നത്. അയാള് സെക്യൂരിറ്റി അതോറിറ്റീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി, കുറ്റസമ്മതം മൊഴി കൊടുത്തു. ഇപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ കേസിലേക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ഇതിനു മുമ്പ് ഇതുപോലൊരു വ്യക്തി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് മാത്യു വാൻ ഡൈക്ക് എന്നാണ്. അമേരിക്കയുടെ കൂലിപ്പട്ടാളത്തിന്റെ തലവനായിരുന്നു, ചെറിയ പുള്ളിയല്ല. അയാള് ലിബിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ യുദ്ധഭൂമികളിലെല്ലാം തന്നെ അയാൾ ഉണ്ടായിരുന്നു. അയാളാണ് ലിബിയയിലെ അട്ടിമറി ശ്രമത്തിനും ലിബിയയിൽ കേണൽ ഗദ്ദാഫിയെ പുറത്താക്കിയതിനും പിന്നിൽ. മേൽപ്പടിയാനായിരുന്നു സിറിയയിൽ ബാഷർ അൽ ആസാദിനെ പുറത്താക്കിയ അതിന്റെ പിന്നിലുള്ള ശക്തി. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ ഇത്രയധികം വഷളാക്കിയതിന് പിന്നിലും ഈ കൂലിപ്പട്ടാള തലവനായ മാത്യു വാൻ ഡൈക്കാണ്. അപ്പോ അയാളിൽ നിന്നും കിട്ടിയ വിശദ വിവരങ്ങളാണ് ഇന്ത്യ ഈ അമേരിക്കൻ നെറ്റ്വർക്ക് തകർക്കാൻ ഇന്ത്യ സഹായിച്ചു. അതിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരാളുടെ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചരിത്രം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ധാക്കയിലെ 5 സ്റ്റാർ ഡീലക്സ് ഹോട്ടലായിരുന്ന വെസ്റ്റേൺ ഹോട്ടലിൽ വെച്ചിട്ട് ആ ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ അമേരിക്കയുടെ ഒരു സൈനിക വിഭാഗത്തിന്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ കേണൽ ആർവിൽ ജാക്സൺ അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. കേണൽ ആർവിൽ ജാക്സൺ അമേരിക്കയുടെ ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സസിന്റെ എയർബോൺ കമാൻഡിന്റെ ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു. ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സസിന്റെ എയർബോൺ കമാൻഡിന്റെ ഇൻസ്പെക്ടർ ജനറൽ, ചെറിയ പുള്ളിയല്ല. അയാള് അവിടെ കൊല്ലപ്പെട്ടു. അത് കൊല്ലപ്പെട്ടതാണെന്ന് തന്നെയാണ് ബംഗ്ലാദേശിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം എഴുതിയത്. പക്ഷെ ഇയാളുടെ പോസ്റ്റ്മോർട്ടം ഒന്നും നടത്താൻ അമേരിക്ക സമ്മതിച്ചില്ല. ഇയാളുടെ ശവശരീരം
നേരെ പൊതിഞ്ഞു കെട്ടി ബോഡി ബാഗിലാക്കി സിംഗപ്പൂർ വഴി അങ്ങ് അമേരിക്കയ്ക്ക് കടത്തി. അതായത് അമേരിക്കയുടെ ചാര ശൃംഖല ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. ഈ തരുണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം മുമ്പ്, 2 വർഷത്തോളമായി നമ്മുടെ ബംഗ്ലാദേശ് പഴയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയപ്പോൾ അവരൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളും ബംഗ്ലാദേശിന്റെ ഒരു ഭാഗം, അതായത് സെന്റ് മാർട്ടിൻസ് ഐലൻഡും മ്യാൻമാറിന്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രം ഉണ്ടാക്കാനായിട്ട് അമേരിക്ക കിണഞ്ഞ് ശ്രമിക്കുകയായി. ഇതിൽ അമേരിക്കയെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ ചാരന്മാർ തന്നെ സമീപിച്ചിരുന്നു. പക്ഷെ താൻ അതിന് വഴങ്ങിയില്ല. അപ്പോൾ അവർ പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ ആവശ്യത്തിനോടൊപ്പം നിൽക്കാമെങ്കിൽ, ഞങ്ങളെ സഹായിക്കാമെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഞങ്ങൾ ഉറപ്പു തരുന്നു, നിങ്ങളെ സ്ഥാനഭ്രഷ്ടയാക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും എന്ന കൃത്യമായ ഭീഷണി മുഴക്കിയിരുന്നതായിട്ട് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. ആ ഭീഷണി അത് 100% ശരിയാണെന്ന് അമേരിക്ക തെളിയിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീന പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഗൂഢലക്ഷ്യങ്ങളാണ് ഈ ചാരശൃംഖല കെട്ടിപ്പടുത്തതിന്റെയൊക്കെ പിന്നിൽ. അമേരിക്കയുടെ 17ഓളം ചാരന്മാര് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ മുഹമ്മദ് യൂനുസിന്റെ ഭരണകാലത്ത്. അന്നേരം അവിടെ ശരിക്കും പറഞ്ഞാൽ നിയമവാഴ്ച ഇല്ലായിരുന്നു. അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ ചാരന്മാർ പരസ്പരം കൊന്നിരുന്നു. അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ബംഗ്ലാദേശിൽ നിന്നുണ്ടായി. അങ്ങനെ അമേരിക്കക്കാരൊക്കെ ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒന്നുകിൽ അവര് NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന്റെ ബാനറിലായിരിക്കും. അതായത് അതിന്റെ സംഘാടകർ എന്നുള്ള നിലയിൽ ഇവിടെ ധനസഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ അവര് ഇവിടെ എത്തുന്നത് സുവിശേഷകരായിരിക്കും, ഗോസ്പൽ, അതായത് ദിവ്യവചനം ജനങ്ങളുടെ ഇടയിൽ പരത്താനായിട്ട്. അങ്ങനെയും വരും കുറയാണ്. പക്ഷെ ഇതൊന്നും ഇപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ഇവര് ഈ ചാര വലയത്തിനുള്ളിൽ ഇന്ത്യ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും മാത്യു വാൻ ഡേക്കിന്റെ അറസ്റ്റ് അമേരിക്കയുടെ തലക്കേറ്റ ഒരു അടിയായി. അയാള് ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന 6 അടിയിലധികം പൊക്കമുള്ള, എല്ലാവിധ മാർഷൽ ആർട്സിൽ എക്സ്പെർട്ട് ആയിരുന്ന, ഷോൾഡർ ഫയർഡ് റോക്കറ്റ് ലോഞ്ചർ തൊട്ട് എല്ലാത്തരം തോക്കുകൾ തൊട്ട് സ്നൈപ്പർ റൈഫിൾസ് തൊട്ട് എല്ലാം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ഭീകരൻ. ആ ഭീകരനെ ഇന്ന് തിഹാർ ജയിലിലൂടെ അയാള് വീൽ ചെയറിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റിലേക്കും അറസ്റ്റ് ചെയ്യപ്പെട്ട ജോർദാൻ ബ്രൗണിന്റെ കാര്യം നമുക്കൊന്നുകൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ജോർദാൻ ബ്രൗണ് ഇന്ത്യയിൽ എത്തിയത് നിശ്ചയമായിട്ടും ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ്. അയാള് പോലീസിനല്ല, അതായത് സശസ്ത്ര സീമാ ബൽ എന്ന SSB എന്ന പാരാമിലിറ്ററിയാണ് അയാളെ പിടിക്കുന്നത്. അയാളെ പിടിച്ചിട്ട് അവര് ജീപ്പിലോട്ട് കയറ്റുമ്പോൾ അയാൾ അവരെ വെട്ടിച്ചിട്ട് ചാടി ഓടിക്കളഞ്ഞു. അവർ വെടിവെച്ചില്ല. കാരണം ഇയാളെ പോലൊരു ആളിനെ വെടിവെച്ച് കൊല്ലാനുള്ളതല്ല. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ഇയാളിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ വീണ്ടും ശേഖരിക്കാനുണ്ട്. അപ്പൊ ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കി. ഇയാൾ നദിയിലൂടെ ചാടി നീന്തി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ നാട്ടുകാരോടെ ചേർന്ന് ഇയാളെ വളഞ്ഞു പിടിച്ചു. പിന്നീട് ഇയാളുടെ കാലിൽ കയറ് വെച്ച് കെട്ടി കുരുക്കിട്ടിട്ട് ആനയൊക്കെ കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയത്. അപ്പോ അങ്ങനെ ഇയാളെ സുരക്ഷാ സേന ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ സുരക്ഷാ സേനയ്ക്ക് കൊടുത്ത കുറ്റസമ്മത മൊഴിയിൽ ഇയാൾ ഇതിനു മുമ്പ് തായ്ലൻഡിലായിരുന്നു. തായ്ലൻഡിൽ വെച്ച് തന്റെ പാസ്പോർട്ടും മറ്റ് രേഖകളും ഒക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി തന്നെയാണ് പോലീസിന് മുന്നിൽ കുറ്റസമ്മത മൊഴി കൊടുത്തത്. താൻ അമേരിക്കൻ നേവിയുടെ ഭാഗമായ നേവൽ സീൽസിന്റെ അംഗമായിരുന്നു 2024 വരെ എന്ന്. പിന്നീട് അയാള് ഒരു ബോട്ടിൽ കയറി ഇന്ത്യയിൽ എത്തിയെന്നാണ് അയാൾ പറയുന്നത്. മത്സ്യബന്ധന ബോട്ടിൽ കയറി അയാൾ ഗോവയിൽ എത്തിയെന്ന് അയാൾ പറയുന്നു. ഗോവയിൽ 6 മാസം താമസിച്ചു. അവിടെ നിന്നും ഒരു ചരക്ക് ലോറിയിൽ കയറി ബാംഗ്ലൂരിലെത്തി. അവിടെയും കുറച്ച് നാൾ താമസിച്ചു. ചരക്ക് ലോറിയിൽ നിന്നും ഇയാൾ കയറി മറ്റൊരു ചരക്ക് ലോറിയിൽ കയറി ഒഡീഷ വഴി, ആന്ധ്ര, തെലങ്കാന, ഒഡീഷ വഴി അങ്ങനെ ഇയാള് വീണ്ടും തിരിച്ച് അങ്ങനെ വടക്ക് കിഴക്കോട്ട് പോകും. അപ്പൊ അങ്ങനെ ഇയാൾ ഉത്തർപ്രദേശിൽ ചെന്നു. ഒടുവിൽ ഉത്തർപ്രദേശിൽ ചെന്നിട്ട് ഉത്തർപ്രദേശിലെ സോനാലി എന്ന ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അയാൾ എത്തിച്ചേർന്നു.
അതുവഴി അയാൾ അതിർത്തി കടക്കാനാണ് അയാൾ ശ്രമിച്ചത്. ചെക്ക് പോസ്റ്റ് വഴിയല്ല കടക്കാൻ ശ്രമിച്ചത്, അയാൾ അല്ലാത്ത സ്ഥലത്തൂടെ കടക്കാൻ ശ്രമിച്ചു. അപ്പോൾ അയാൾ അറസ്റ്റിലാക്കപ്പെട്ടു. ഇവിടെ അമേരിക്ക മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ സർവ്വചാരന്മാരും ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാണ്. ഈ വ്യക്തിയെ, അതായത് ജോർഡാൻ ബ്രൗണിനെ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും മാസങ്ങളായിട്ട് പിന്തുടരുകയായി. ഇവരെ ഒന്നും എന്തുകൊണ്ടാണ് ഇവരെ കാണുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാത്ത എന്നൊക്കെയുള്ള ചോദ്യം ചിലപ്പോൾ മാന്യ പ്രേക്ഷകർക്ക് ഉണ്ടാകാം. കാരണം അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ഒരു വ്യക്തിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. എത്ര പീഡിപ്പിച്ചാലും സത്യം പറയാത്ത ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ഒരു കാരണവശാലും ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടാളികളെ പിടികിട്ടില്ല. അതായത് ഇവരെ ഒരു നിരീക്ഷണ വലയത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് ഇവരാരുമായിട്ടൊക്കെയാണ് ബന്ധപ്പെടുന്നത്, എന്താണ് ഇവര് സംസാരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുത്തിട്ട് ഇവരുടെ നെറ്റ്വർക്ക് മനസ്സിലാക്കുക എന്നുള്ളത്. ആ നെറ്റ്വർക്ക് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഇവരുടെ പിന്നാലെ കൂടിയതും ഇവരെ അറസ്റ്റ് ചെയ്യാതെ പൂച്ച എലിയെ പിടിച്ചാൽ വേഗത്തിൽ കൊല്ലാത്തതുപോലെ എലിയെ കുറച്ച് ഓടിപ്പോവാൻ അനുവദിച്ചുകൊണ്ട് എലിയുടെ പിന്നാലെ പോയി വീണ്ടും പിടിച്ച് വീണ്ടും വിട്ട് അങ്ങനെ ഒരു കളിയിലൂടെയാണ് ഇയാളെ പിടിച്ചെടുത്തിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പുകൾപെറ്റ ഈ ചാര സംഘടനകൾക്കൊക്കെ ഇതൊരു വലിയ തിരിച്ചടി. ഇപ്പൊ ഇത് അന്താരാഷ്ട്ര തലത്തിലും ചർച്ച ചെയ്യാൻ തുടങ്ങി. കാരണം CIA ഏജന്റുമാരെയൊക്കെ പുഷ്പം പോലെ ചെവിക്ക് പിടിച്ച് ഇന്ത്യ അറസ്റ്റ് ചെയ്യുന്നു. മാത്യു വാൻഡേക്കിനെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമെന്ന്, അയാൾക്ക് തിഹാർ ജയിലിൽ ചിക്കൻ കിട്ടുന്നില്ല, അയാൾക്ക് തിഹാർ ജയിലിൽ അയാൾക്ക് ഇഷ്ടഭക്ഷണ വിഭവങ്ങളായിട്ടുള്ള പിസ്സ, ഹോട്ട് ഡോഗ്, ഹാംബർഗ് ഇതൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ മേൽപ്പടിയാന്റെ കുടുംബം ഒരു പരാതി അയച്ചിട്ടുണ്ട്. ട്രംപിന്റെ പരാതി ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. ശരിക്കും ഇന്ത്യയോട് ട്രംപിന് തോന്നുന്ന ഈ വിരോധമൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുടെ എല്ലാ ചാരശൃംഖലകളും ഇന്ത്യയുടെ നിരീക്ഷണത്തിലായി എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോ ആർവിൽ ജാക്സണിൽ തുടങ്ങി മാത്യു വാൻഡേക്കിലൂടെ എത്തി നിൽക്കുന്നത് ജോർഡാൻ ബ്രൗണിനോട് ഒപ്പമാണ്. ഇതിനിടയ്ക്ക് ഈ മാത്യു വാൻഡേക്കിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട കുറെ യുക്രൈനിയൻ പൗരന്മാരുണ്ട്. അവരും ഇപ്പൊ പല ജയിലിലായിട്ട് കിടക്കുകയാണ്. 6 യുക്രൈനിയൻ പൗരന്മാരൊപ്പം ഉണ്ടായിരുന്നു. യുക്രൈനിലും റഷ്യക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത് മാത്യു വാൻഡേക്കാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അമേരിക്കയുടെ ചാര സംഘടനയെ 3 കഴുകന്മാർ ചേർന്ന് വേട്ടയാടുകയാണ്. ഒന്ന് ചൈനയുടെ രഹസ്യ പോലീസ്, മറ്റൊന്ന് റഷ്യയുടെ രഹസ്യ പോലീസ്, മൂന്നാമത് ഇന്ത്യയുടെ. അപ്പൊ ഇവരെ ഇങ്ങനെ വളഞ്ഞിട്ടിട്ട് ഇര കാണിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് ഈ ഇരയെ കുത്തുമ്പോൾ ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് തീഹാറിലോട്ട് അങ്ങ് അടയ്ക്കും. പിന്നീട് അവിടെ നടക്കുന്നത് എന്താണ് ദൈവം പോലും അതിനകത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സൽക്കാരമൊക്കെ കൊടുത്ത് അത് വീൽ ചെയറിലാക്കി മാറ്റും. ഒടുവിൽ ഈ ശരീരം അമേരിക്കയ്ക്ക് ഒരുപക്ഷെ തിരിച്ചു കൊടുക്കുമായിരിക്കാം വരുന്ന ദിവസങ്ങളിൽ. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ചാരസംഘടനയുടെ തലവനായിരുന്നു, അവരുടെ കൂലിപ്പട്ടാളത്തിന്റെ തലവനായ മാത്യു വാൻഡേക്ക് ഇന്ന് തീഹാർ ജയിലിൽ വീൽ ചെയറിൽ കറങ്ങിടക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേവി സീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ വിറപ്പിക്കുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് അവർ പുഷ്പം പോലെ നമ്മൾ ചെവിക്ക് പിടിച്ച് അവരെ അകത്താക്കുകയാണ്. എന്തായാലും ശരി, അമേരിക്കയ്ക്കും അമേരിക്കയുടെ ചാര സംഘടനകൾക്കും വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഘട്ടമാണ്. ഇന്ത്യയിൽ നിന്ന് ഇവരെ പിടിക്കുന്നതോടുകൂടി ഇവർ ചെയ്യുന്ന അമേരിക്കയുടെ ദക്ഷിണേഷ്യയിലെ മുഴുവൻ ചാര നെറ്റ്വർക്കും ഇന്ത്യ തകർത്ത് കളയാനുള്ള ഇൻഫർമേഷൻ ഇന്ത്യയുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായിട്ടും ആരാണ് അമേരിക്ക ഒറ്റുകൊടുക്കുന്നതെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അമേരിക്ക. വരും ദിവസങ്ങളിൽ ട്രംപ് എങ്ങനെയാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പോകുന്നത്, ഇന്ത്യക്ക് മേൽ കൂടുതൽ വ്യാപാര നികുതി അടിച്ചേൽപ്പിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പുറത്തു വരുന്നതോടുകൂടി നമുക്ക് കൂടുതൽ വിശകലനങ്ങളും ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.